നമുക്ക് കോട്ടയംകാർക്ക് അല്ലെങ്കിൽ ഞാലിവിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഉള്ള ഒരു ബിനു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് ഇവരെ ഒന്നിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം പാസ്റ്റായിട്ട് എന്തോ ജോലി ചെയ്യും. അപ്പം അത് നാലുവഴി കോട്ടയം അല്ല അവിടെ ഉള്ളവർക്കെല്ലാം സുപരിചിതമായ ഒരു കാര്യമാണ്. പിന്നീട് രേണുവിന്റെ എയർ ഹോസ്റ്റസ് എന്റെ പഠനത്തിന്റെ സമയത്തായിരുന്നു. തുടർന്ന് അവർ ജീവിതത്തിലേക്ക് വന്ന് നല്ല സന്തോഷത്തോടെ വരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം തകരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഈ സുധിയുടെ എന്തോ ചരമദിനത്തിനോ എന്തോ വന്നിട്ട് പിന്നെ എന്റെ ഭർത്താവായിരുന്നു പരിചയപ്പെടുത്തുന്ന രീതി പോലും ആയിപ്പോയി. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ചെകുത്താൻ ഒരിക്കലും യേശുക്രിസ്തു ആകാൻ പറ്റത്തില്ല, ചെകുത്താൻ ഒരിക്കലും ദൈവവും ആകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ചില വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് നമ്മുടെ ഭൂരിപക്ഷം ചില ആൾക്കാർക്ക് സമൂഹത്തിനൊക്കെ ചിലപ്പോൾ ആ ഒരു കാര്യത്തിന് എന്നോട് വിയോജിക്കാനാണ് താല്പര്യം. പക്ഷേ അതിനകത്ത് എന്നെ മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ ഏതോ ഒരു ദൈവപുത്രനായി മാറി, ഹരിശ്ചന്ദ്രനായി, മറ്റേ യേശുക്രിസ്തുവായി. ഞാൻ എൻ്റെ വീഡിയോയിൽ ഉടനീളം മുമ്പും ഇപ്പോഴും പറയുന്നു, ഇനിയും അങ്ങനെ തന്നെ പറയും. ഞാനൊരു പെർഫെക്റ്റ് പേഴ്സണും അല്ല, നല്ലൊരു വ്യക്തിയുമല്ല. അങ്ങനെ അല്ലാത്തടത്തോളം കാലം എനിക്കൊരിക്കലും മറ്റൊരാൾക്ക് ഞാൻ വിലയിട്ട് കൊടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല. ഒരിക്കലും അത് ശരിയുമല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും വിയോജിപ്പ് ഇനിയും തുടരുക. അപ്പോൾ ഇന്നും രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇതിനകത്ത് ഇച്ചിരി എന്താ പറയുക, രേണുസുധിയുടെ ആദ്യ വിവാഹം സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ആ പുള്ളിക്കാരൻ്റെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ മറ്റൊരാൾ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇയാൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന ചോദ്യമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ അപമാനിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ഒരുപാട് വീഡിയോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാനൽ നോക്കി അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അദ്ദേഹത്തിന് കുറേ നാളുകൊണ്ട് അദ്ദേഹം ഇടുന്ന ചാനലിലെ വീഡിയോസിനൊന്നും തീർച്ചയായിട്ടും അത്രത്തോളം ഒരു വ്യൂസോ മറ്റുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരാളാണ്. പക്ഷേ രേണുസുധി പറ്റിച്ചോ എന്ന് തുടങ്ങി 6 ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തെ ഇട്ട വീഡിയോയ്ക്ക് 1K വീഡിയോ വ്യൂസ് വന്നു. രണ്ടാമത് അദ്ദേഹം ഇട്ടേക്കുന്ന ടൈറ്റിൽ എന്ന് വെച്ചാൽ നാട്ടുകാരെ പറ്റിച്ച് രേണുസുധി ബിഗ് ബോസിൽ. നാട്ടുകാരെ പറ്റിച്ച് രേണുസുധി ബിഗ് ബോസിൽ. ആലോചിച്ച് നോക്കണം, നാട്ടുകാരെ എങ്ങനെയാണ് രേണുസുധി പറ്റിച്ചത്. അത് 26 മിനിറ്റുള്ള വീഡിയോ. അത് 7000-ലധികം വ്യൂസ് അദ്ദേഹത്തിന് പോയി. പിന്നെ ദിയാകൃഷ്ണയുടെ കേസ് വന്നു, നമ്മുടെ വേടൻ്റെ കേസ് വന്നു. ഇനി അടുത്ത് അദ്ദേഹം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രസക്തമായ വീഡിയോ, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ, രേണുസുധിയുടെ ആദ്യ വിവാഹം സത്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇട്ടേക്കുന്ന തമ്പനയിലിനകത്ത് അദ്ദേഹം ഇടയ്ക്കൊരു ഡോക്ടറുമായിട്ട് അവർ നടത്തിയിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. നമ്മളന്ന് അതിന് വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇട്ടേക്കണം ഇന്നലത്തെ മറ്റ് വീഡിയോ. അതിനുശേഷം 21 hours മുമ്പിട്ട വീഡിയോ മൊത്തം കൊല്ലം സുധിയുടെ ചരമദിനം പാർട്ടിയും ഡാൻസുമായി രേണു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ. വിമർശനമൊക്കെ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യം കേട്ടോ. അദ്ദേഹം പറയുന്ന ഈ രേണുസുധിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഡയറക്റ്റായിട്ട് അറിയുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് കേട്ട് നോക്കാം. നമുക്ക് കോട്ടയംകാർക്ക് അല്ലെങ്കിൽ ഞാലിവിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഉള്ള ഒരു ബിനു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് ഇവരെ ഒന്നിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം പാസ്റ്റായിട്ട് എന്തോ ജോലി ചെയ്യും. അപ്പം അത് നാലുവഴി കോട്ടയം അല്ല അവിടെ ഉള്ളവർക്കെല്ലാം സുപരിചിതമായ ഒരു കാര്യമാണ്. പിന്നീട് രേണുവിന്റെ എയർ ഹോസ്റ്റസ് എന്റെ പഠനത്തിന്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞാൽ തോന്നുന്നു മാരേജ് സംഭവം. അത് കഴിഞ്ഞ് ഈ സുധിയുമായിട്ടുള്ള ബന്ധമാണ് ഈ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണം. കാരണം സുധിക്ക് മെസ്സേജ് അയക്കുന്നു, ഒരു ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ സുധിക്ക് മെസ്സേജ് അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് അവർ വിവാഹബന്ധം ബന്ധപ്പെടുത്താനും അല്ലെങ്കിൽ അത് ഒരു ബന്ധക്കോസ് രീതിയിലുള്ള ഒരു വിവാഹമായതുകൊണ്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആ സമയങ്ങളിലൊക്കെ ഈ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ലീഗലി രജിസ്റ്റർ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ അന്ന് വളരെ ചുരുക്കമായിരുന്നു. മാരേജ് അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ രജിസ്റ്ററിൽ ബന്ധക്കോസ് രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളിയുടെ രജിസ്റ്ററിലൊക്കെ ചെയ്ത് എടുക്കുക. ഇപ്പോഴാണ് അത് ഗവൺമെന്റിലൂടെ അപ്രൂവലായി അല്ലെങ്കിൽ ഗവൺമെന്റിൽ കൂടെ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. ആ സമയത്ത് അവിടെ വെച്ചായിരുന്നു ഈ കല്യാണം. അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് തന്നെ അറിയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതിന് നമുക്ക് തീർച്ചയായിട്ടും മുഖവിലേക്ക് എടുക്കാം. അതായത് രേണുസുധി ഒരു മുൻവിവാഹം കഴിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരുടെ പൂർവ്വകാലത്ത് അവരൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബിനു എന്നോ എന്തോ ആണ്. അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. പെന്തക്കോസ്ത് സഭാവിശ്വാസിയോ മറ്റുള്ള കാര്യങ്ങളായിരുന്നു. ആ ഒരു ചടങ്ങുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലൊക്കെ എന്താണ് നടന്നത് ആ നാട്ടുകാർക്ക് മൊത്തം അറിയാമെന്ന് പറയുന്നു. ഞാനിപ്പോഴും പറയുന്നു, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നത് പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു ജീവിതം തുടങ്ങാനും ആ ജീവിതത്തിൽ നിന്നും പോകണമെങ്കിൽ ഡിവോഴ്സിലൂടെ പുറത്തേക്ക് പോകാനും അതിനുശേഷം വീണ്ടും മറ്റൊരു പങ്കാളിയെ തേടാനും ഉള്ള സംവിധാനം, സ്വാതന്ത്ര്യം ഈ നാട്ടിലെ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളും ഇന്നും 1, 2, 3, 4, 5 അതിലുമധികം വിവാഹം കഴിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നമ്മളെല്ലാവരും വളരെ ബഹുമാനത്തെ സ്നേഹാദരവ് കൊടുത്തുകൊണ്ട് ആൺഭേദമോ പെൺഭേദമോ ഇല്ലാതെ ജീവിക്കുന്നവർ സമൂഹത്തിൽ ഒത്തിരി പേരുണ്ട്. അപ്പോഴും എൻ്റെ ചോദ്യം എന്താണ്, ഈ സ്ത്രീക്ക് മാത്രം എന്താണ് ഇത്രത്തോളം പ്രശ്നം? ഇവർ രണ്ടാമത്തെ മുൻവിവാഹം കഴിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ
കൊല്ലം സുധിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്, അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് അയച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പം കൊല്ലം സുധിക്ക് മെസ്സേജ് അയക്കുന്നു. സമൂഹത്തിൻ്റെ അകത്ത് ഈ മെസ്സേജ് അയക്കുന്നൊരു ആ ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഈ രേണു സുധി. അവർ മറ്റൊരാളുടെ ജീവിതം തകർത്തു എന്ന് പറഞ്ഞ് മറ്റൊരു പുള്ളിക്കാരത്തി ഒന്ന് സംസാരിച്ചിരുന്നു. നമ്മളൊരിക്കലും മറ്റൊരാളുടെ ജീവിതം തകർത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡയറക്റ്റായിട്ട് എനിക്കറിയാത്തതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു കോൺട്രവേഴ്സിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ആദ്യത്തെ വിവാഹം നടന്നവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി കേൾക്കാം. അവരെവിടെ വീട്ടിലാണ് താമസിച്ചത്, ഇത് സിനിമയുമായി ബന്ധപ്പെട്ട 6 വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചാണ് സുധി എന്ന് പറയുന്ന ആളുടെ മെസ്സേജ് അയക്കുകയും അതോടൊപ്പം തന്നെ ആ സുധിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ടാകുകയും ഇതിന്റെ എല്ലാം കാരണം ഈ ചാറ്റിംഗ് പ്രകാരമാണ് സുധിയുടെ ആദ്യ ഭാര്യ 2ാം ഭാര്യ പിണങ്ങി പോകുന്നത്. അതുപോലെ തന്നെ ഈ രേണുവിന്റെ കുടുംബത്തിനും പ്രശ്നം ഉണ്ടാകുന്നതാണ്. പിന്നീട് ഈ കോട്ടയംകാരിലെ ഞാലൂരിൽ താമസിക്കുന്നവർക്കെല്ലാം ഈ സംഭവത്തെക്കുറിച്ച്. പിന്നീട് സുധി ഇവരുടെ വീട്ടിൽ വരികയും ഇവരുടെ വീട്ടിലായിരുന്നു സുധി പിന്നെ താമസിച്ചുകൊണ്ടിരുന്നത്, ഞാലൂരിലാണ് സുധി താമസം. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ രേണു പവിത്രമായ വിവാഹബന്ധമാണ്, വാവുകുട്ടിയാണ്, ദേവകുട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് ഇപ്പം ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇവരുടെ കല്യാണം ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. കല്യാണം കഴിക്കാതിരിക്കുക അത് വേറെ കാര്യം. ഇപ്പം ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ രേണു ഈ ചെയ്ത കാര്യങ്ങളെല്ലാം. കാരണം അദ്ദേഹം ഇപ്പം ഈ ബിനു എന്ന് പറയുന്ന പുള്ളി ഇപ്പം കല്യാണം കഴിച്ച് പുള്ളിക്ക് മക്കളൊക്കെ ഉണ്ട്. അപ്പം പുള്ളിയുടെ ജീവിതം കൂടെ തകർത്തുകൊണ്ടാണ് ഈ പെണ്ണ് ഇത് കാണിച്ചത്. അന്ന് ബന്ധക്കോസ് രീതിയിലായിരുന്നു. ബന്ധക്കോസ് രീതിയിൽ കല്യാണം പറഞ്ഞാൽ കൈ പിടിച്ചു കൊടുക്കുക, അല്ലാതെ താലി കെട്ടുകയോ അന്ന് ലീഗലായിട്ട് ചെയ്യാനെന്നുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു. ലീഗലാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഈ പറഞ്ഞ മുദ്രപത്രത്തിലും ഒക്കെ എഴുതി വാങ്ങിച്ചേക്കുന്ന പരിപാടിയൊന്നും അന്നില്ലായിരുന്നു. അന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ഇതിൽ കാരണം അന്ന് വിശ്വാസമാണ്. ബന്ധക്കോസുകാരുടെ എല്ലാ രീതിയും പറയും വിശ്വാസത്തിന്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ കല്യാണമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കൈ പിടിച്ച് കൊടുക്കുക. ബന്ധക്കോസ് രീതിയിലുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ താലി കെട്ടുകയോ അല്ലെങ്കിൽ മുദ്രവിടലോ മറ്റ് സ്വർണ്ണങ്ങളോ മറ്റൊന്നുമില്ല, കൈ പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ അവരുടെ പള്ളികളുടെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്റ്റർ അവരുടെ പള്ളിയിലൊക്കെ അന്വേഷിച്ചാൽ അവിടുത്തെ ബന്ധക്കോസ് പള്ളിയിൽ അന്വേഷിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. കൂടുതൽ രേണു സുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതേ പറ്റി. നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് എല്ലാം കള്ളത്തരമാണ്. ഈ ജനങ്ങൾ ഇത് ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് രേണു സുധിയെ കുറ്റപ്പെടുത്തുന്നില്ല, ഇങ്ങനൊരു കാര്യം കള്ളത്തരം പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു. ഈ കള്ളത്തരം എന്താണ് പറഞ്ഞത്? അവരുടെ മുൻകാലത്തുള്ള വിവാഹം കഴിഞ്ഞെന്നോ കഴിഞ്ഞില്ലെന്നോ അവർക്ക് പറയാനുള്ള അധികാരം. പറയണമെങ്കിൽ പറയാം, പറയണ്ടെങ്കിൽ പറയണ്ട. ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാമെങ്കിലും പറയണോ പറയണ്ടോ എന്നുള്ള കാര്യം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു കാര്യം പറയാം, നിങ്ങളതിന് മറുപടി പറയൂ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, നിങ്ങളതിന് മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് എനിക്ക് പറയാം. പക്ഷേ അതിന് മറുപടി പറയണോ പറയണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. രേണു സുധി മുൻകാലത്ത് വിവാഹം കഴിച്ചിട്ടില്ലായിരിക്കാം. ചില സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ അത് വേണ്ട, സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വിടും. ആരെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? ഇവർക്ക് താല്പര്യം ഉണ്ടായി, ചിലപ്പോൾ മുൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാൻ താല്പര്യം ഉണ്ടാകത്തില്ല. അവർ തന്നെ ഈ റീസെൻ്റായിട്ടൊന്ന് ഇൻ്റർവ്യൂവിനകത്ത് എൻ്റെ മുൻകാലത്ത് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ തന്നെ അത് ആർക്കാ പ്രശ്നം എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഉണ്ടെന്നുള്ള സത്യമാണ്. പിന്നെന്തിനാണ് ഈ മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്ന രീതി? പിന്നെ അങ്ങനെയില്ല ഞാൻ പവിത്രയാണ്, ഞാൻ വളരെ പരിപാലനമാണ്. മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്ന രീതി നമ്മളെന്തിനാണെന്നേ മറ്റുള്ള കാര്യത്തിൽ നമുക്ക് ഇത്രത്തോളം ദേഷ്യം വരുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. നമുക്കെന്തിനാണ് ദേഷ്യം വരുന്നത്? നമ്മളെല്ലാവരും ഈ പറഞ്ഞ കണക്കിന് ഓരോ ദിവസം കൂടുന്തോറും നമ്മളെ പ്രായം കൂടി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ പ്രായം കൂടുന്നതിനനുസരിച്ച് ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നതനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സന്ദർഭവും നമ്മുടെ സാഹചര്യവും ഒക്കെ നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവല്യൂഷൻ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടല്ലോ. ആ എവല്യൂഷൻ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മൾ മറ്റൊരാളുടെ ലൈഫിൻ്റെ കാര്യത്തിൽ അവരുടെ എന്തെങ്കിലും തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അളവുകോൽ അവർ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തിനാണ് അത്രത്തോളം ആകുലപ്പെട്ട് അവരോട് ദേഷ്യം കാണിക്കുന്നത്? നമ്മളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് കാണിച്ചാലും നമ്മൾ ദേഷ്യം പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തിനാണ്? നമ്മളത് ബാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു ദേഷ്യപ്പെടണം? നമുക്ക് ഈ പറയുന്നത് അതൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഇവര് കാരണമാണ് ഈ കുടുംബങ്ങൾ രണ്ടും തകർന്നു. ആ ബിനു എന്ന് പറയുന്ന അവന്റെ കുടുംബം തകർന്നത് ഇവർ കാരണം. അതായത് സുധിയുടെ കുടുംബം തകർന്നു. പിന്നെ സുധി നിന്ന് ഏൽക്കുമായിരുന്നു. സുധി പിന്നെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ സുധിയുടെ സെക്കൻഡ് വൈഫിന്റെ അവരും നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്നു. ഇത് ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇതെല്ലാം തകർന്നു പോയത്. എന്നിട്ടാണ് ഈ പെണ്ണ് ഇവിടെ കിടന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ചോറ് വാരി അല്ലെങ്കിൽ ബിരിയാണി വാരി കൊടുക്കുന്ന ഒരു സീൻ. പ്രതീഷ് എന്ന് പറയുന്നത് ആ പയ്യൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലിയാണ്. കാരണം അവർ ടിക്ടോക്ക് വഴി കണ്ടത് 4-5 വർഷം മുമ്പ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് ടിക്ടോക്ക് വഴി കണ്ടു, അവർ പ്രണയിച്ചു. തുടർന്ന് അവർ ജീവിതത്തിലേക്ക് വന്ന് നല്ല സന്തോഷത്തോടെ വരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം തകരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഈ സുധിയുടെ ചരമദിനത്തിനോ വന്നിട്ട് പിന്നെ എന്റെ ഭർത്താവായിരുന്നു പരിചയപ്പെടുത്തുന്ന രീതി പോലും ആയിപ്പോയി. അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾ റിയൽ ലൈഫും തമ്മിലുള്ളൊരു വേർതിരിവിനെ കുറിച്ച് മനസ്സിലാക്കാതെയാണോ സംസാരിക്കുന്നത്? സിനിമയ്ക്കകത്ത് കല്യാണം കഴിക്കുന്നു, സിനിമയ്ക്കകത്ത് മരണപ്പെടുന്നു, സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്യുന്ന പല ആൾക്കാരിലും മറ്റേ അഭിഹിതങ്ങളും റേപ്പും മറ്റതും മറിച്ചതും പലതും നടക്കുന്നു. അതെല്ലാം സിനിമയ്ക്കകത്ത് നടക്കുന്ന കാര്യം. ആ റിയൽ ലൈഫിൽ ആ വ്യക്തികൾ അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്? സിനിമയ്ക്കകത്ത് നന്മപരമായിട്ടുള്ള നടനായിട്ട് നല്ല മികച്ച അല്ലെ ഏറ്റവും പ്രധാന ക്യാരക്ടറായിട്ടൊക്കെ വരുന്ന ആൾക്കാരുടെ എല്ലാം റിയൽ ലൈഫിൽ അവർ അതേ നല്ല വ്യക്തികളാണെന്നാണ് വിചാരിക്കുന്നത്? അതെല്ലാം ഒരു ക്യാമറയുടെ മുൻവശത്ത് നിന്നുകൊണ്ട് അഭിനയിക്കുന്നതല്ലേ?
അവർ വാരി കൊടുക്കുന്ന കാര്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയുടെ ആംഗിളിലേക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ചെയ്ത കാര്യമാണ്, സൃഷ്ടിച്ച കാര്യമാണ്. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ റീച്ച് ആയിരിക്കാം. അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നത്. ഇപ്പം രേണു സുധി എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചാൽ വ്യൂസ് കിട്ടത്തില്ല എങ്കിൽ നിങ്ങളോ ഞാനോ ഒക്കെ സംസാരിക്കുമോ? എത്രയോ വിഷയങ്ങൾ ഇതിനെക്കാട്ടിൽ അപ്പുറം നമ്മുടെ കോൺട്രവേഴ്സീസ് നടക്കും. നമ്മൾ എന്തുകൊണ്ട് അതെല്ലാം വിട്ടതിലേക്ക് വരുന്നു? ഇതിനെക്കുറിച്ച് കാണാൻ ആൾക്കാർ രണ്ട് പക്ഷമുണ്ട്. അവരെ അംഗീകരിക്കുന്നവരുമുണ്ട്, അവരെ അംഗീകരിക്കാത്ത വളരെ ബഹുഭൂരിപക്ഷ ആൾക്കാരുമുണ്ട്. അതല്ലേ? അല്ലാതെ ഈ ഭക്ഷണം വാരി കൊടുക്കുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഇടപഴകുന്നു, ആ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ മേളിൽ നിങ്ങളൊരു സ്ലട്ട് ഷെയിം ആരോപിക്കുന്നതല്ലേ? ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയാണ് അവരെന്ന് പറയാതെ പറഞ്ഞു പോകുന്നതല്ലേ? അങ്ങനെ പറയാതെ പറഞ്ഞു പോകുമ്പോൾ ഒരു കലാകാരിയോ കലാമേഖലയിൽ നിൽക്കുന്ന ഒരാൾക്കാരെ ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് അവരെ ഈ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്, ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്ന സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട യാതനകളും ത്യാഗങ്ങളും KPSC ലളിത പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻകാലങ്ങളിലൊക്കെയുള്ള റോസി എന്നൊക്കെ പറയുന്ന നടിയൊക്കെ അവർ അനുഭവിച്ചിട്ടുള്ള നാട്ടുകാരുടെ അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഒരു സ്ത്രീ അവരുടെ സ്വതന്ത്രമായ രീതിയിൽ ജീവിതം അവർ മറ്റുള്ളവർക്ക് ഒരു ദോഷവും ചെയ്യാതെ ചെയ്യുന്ന സമയത്ത് എന്തിനാണാവോ നമ്മൾ ഇത്രത്തോളം കുരുപൊട്ടിക്കേണ്ട ആവശ്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ചരമദിനത്തിൽ അലിൻ ജോസ് പെരേരയായിരുന്നു മുഖ്യ അതിഥി ആയിക്കോട്ടെ, ഒരു ഡാൻസ് ഷോ എന്ന രീതി പറഞ്ഞു. അല്ലെ ഏത് വ്യക്തിയെ നമ്മൾ ഉയർത്തി പറയുമല്ല, പക്ഷെ അവിടെ ചെന്ന് ഡാൻസ് കളിക്കുന്നു. അതേ സമയത്ത് ആ കിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോഹൻ ഈ ഒരു കാര്യം, അതായത് ഞാൻ ഈ ഒരു മരണ ദിനത്തിൽ വന്ന് ഈ ഡാൻസ് കളിച്ചു എന്നുള്ളൊരു കാര്യത്തിന് തീർച്ചയായിട്ടും ഞാനും അതിനോട് യോജിക്കുന്നില്ല. മരണം എന്നുള്ളൊരു കാര്യം ആരെയും മഹത്തരമായിട്ടുള്ള മനീഷിയാക്കി മാറ്റുന്നില്ല എങ്കിലും മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സാഹചര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായിട്ടും അത് അതിനോടൊരു നിന്ദ്യമായിട്ടുള്ള രീതിയിലോ അതിനോടുള്ള ഒരു ബഹുമാനക്കുറവ് എന്നുള്ള രീതിയിലോ ഒക്കെ അത് കണ്ടേക്കാം. എന്നാൽ നമ്മുടെ നാട്ടിലല്ല, ചില വിദേശ രാജ്യങ്ങളിലെ ചില ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള മരണാനന്തര ചടങ്ങുകളിൽ അവർ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റായിട്ടൊക്കെ തന്നെയാണ്. കാരണം ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വർഗാരോഹണം അല്ലെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് പോയതിന് ശേഷമുള്ള നല്ല മൊമെൻറ്റ്സിന് വേണ്ടി ഇവർ കരയാതെ സന്തോഷിക്കുക എന്നുള്ള കാര്യമാണ്. അവർ വെള്ളം അടിച്ചും മറ്റുള്ളവരെ പാട്ടും കൂത്തും ഡാൻസുമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാര്യം മോശമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എനിക്കും അതിൻ്റെ വിമർശനം ഞാനും ഉന്നയിക്കുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. ഈ അലിൻ ജോസ് പെരേരയുടെ സംഭവം ഒരു വീഡിയോ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പൊന്നാമ്പൽ പുഴയിറമ്പിൻ്റെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അലിൻ ജോസ് പെരേരയുടെ കൂടെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡാൻസും ഇത് മരണത്തിൻ്റെ അന്നാണോ നടന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, ഓർമ്മദിനം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ചെയ്തൊരു വീഡിയോക്കകത്ത് ഒരു ഓർമ്മദിനം എന്നുള്ള സംഭവം വന്നിരുന്നു. അന്ന് അവർ വളരെ വേദനയോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. ആ സമയങ്ങളിലൊന്നും ഞാനെങ്ങും ഈ ഒരു മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മോശമായ പരിപാടിയായിപ്പോയി എന്നുള്ള കാര്യം ഞാനും പറയാം. അദ്ദേഹത്തിന്റെ മോഹൻ, അതായത് കൊല്ലം സുധിയുടെ മകൻ കൊല്ലത്ത് അപ്പനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവിടെ ഡാൻസ് കളി വീണു. ഒരു അപ്പനും ഒരു മകനും ഈ അപ്പൻ ഇങ്ങനെ ചെയ്യുന്നത് സഹിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെയാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കലാകാരനാണ്. ആ കലാകാരന്റെ പേരും കലാകാരന്റെ ഭാര്യ എന്നുള്ളൊരു ബഹുമതി സമൂഹം എപ്പോഴും കൊടുക്കും. ആ സമൂഹത്തിന്റെ ബഹുമതി പിടിച്ചു പറ്റാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സമൂഹത്തിന്റെ ബഹുമതിയൊക്കെ എന്തിനാ സുഹൃത്തെ? സമൂഹത്തിന്റെ ബഹുമതി കൊണ്ടിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? സമൂഹത്തിന്റെ ബഹുമതി കിട്ടിയിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? സമൂഹത്തിന്റെ ബഹുമതി ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ അകത്ത് എല്ലാവർക്കും വളരെ സുരക്ഷിതരാണെന്നാണോ? സമൂഹമാണോ നമുക്ക് ജീവിക്കാനുള്ള വാല്യൂ തരേണ്ടത്? സമൂഹമാണോ നമുക്ക് റെസ്പെക്റ്റ് തന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? ഈ ചുറ്റുപാട് നിൽക്കുന്ന ഒരു സമൂഹത്തിനെയും നോക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തും. സമൂഹത്തിനെ മൊത്തം നോക്കി അവരുടെ ബഹുമതിയും അവർ പറഞ്ഞ നല്ല വാക്കുകളും അവർ തരുന്ന ബഹുമാനവും ഒക്കെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അതാണ് ഒരു വലിയ കാര്യമായിട്ട് കാണുന്നെങ്കിൽ പൊട്ടക്കണക്കിലെ തവളകളെന്നല്ലാതെ എനിക്കൊന്നും പറയാനൊന്നുമില്ല, വ്യക്തിപരമായിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം. ഇതിനകത്തുള്ള കമൻറ്റുകളെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കമൻറ്റ്സാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് അടിപൊളി, ഇങ്ങനെ എല്ലാം പതിയെ പുറത്ത് വരട്ടെ, ഇതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അവൾ ഉടനെ അടുത്ത ഇൻ്റർവ്യൂ ഇറക്കും, താങ്കളെ തെറി പറഞ്ഞുകൊണ്ടും ഇത് മുഴുവൻ നിഷേധിച്ചുകൊണ്ടും. ഈ സഹോദരനാണ് ഉള്ള സത്യം പുറത്ത് വിട്ടത്, മിടുക്കൻ ചുണക്കുട്ടൻ. ഇനി ഭാര്യമാർ സുധീലെത്തിയിൽ ക്യൂ ആയിരിക്കും, വിട്ടുതാടി തന്നേ തീര് ഞങ്ങളുടെ ഭർത്താക്കന്മാർ തന്നേ. ഇത് വന്ന് വെളിപ്പെടുത്തി താങ്കൾക്ക് ബിഗ് സല്യൂട്ട്. രേണു സുന താങ്കളെ തെറി വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ ഇടും. രേണു സുനയോ? പ്രിയ സഹോദര, അവൾ നാളെ നിങ്ങളുടെ വീട് തിരക്കി വരും, ഭീഷണിയായി വരൂ കേട്ടോ. ഇവൾ എന്ത് അഹങ്കാരം കാണിച്ചാലും കൊടി പിടിക്കാൻ കുറേ പേരുണ്ട്, എന്ത് ചെയ്യാനാ? ഇത് തുടർന്ന് കൊണ്ടേയിരിക്കും. നല്ലൊരു വീട് വെച്ച് കൊടുത്തില്ലേ? അയ്യോ ഒന്നും മിണ്ടല്ലേ, ചിലവിന് കൊടുക്കാനും മക്കളെ നോക്കാനും പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. സത്യമാണോ? ഈ വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ എല്ലാ കാര്യവും സത്യസന്ധമായി പറഞ്ഞു. ശരിയാണ്, ആ മോനുണ്ടായിരുന്നെങ്കിൽ അവൾ ഡാൻസും കൊട്ടലുണ്ടാവില്ല. അവൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ കുറേ ഫാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. വിവരമില്ലാത്ത ഫാൻസ്, ആണുങ്ങളുടെ ഫാൻസ് ഒന്നുമില്ല, അലവലാതി കൂട്ടങ്ങൾ. വ്യക്തിയാലും എന്തൊക്കെയാണ് രേണുവിനെ പോലുള്ളവർ.
സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ ഇത് ഈ കുട്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതല്ലേ? ബബി ചാമ്പയിൽ അതല്ലേ? അതെ. അയ്യോ അയ്യോ പറയുന്നില്ല. ഇൻ്റർവ്യൂവിൽ ഉരുണ്ട് കളിച്ചപ്പോഴാണ് തനിനിറം മനസ്സിലായത്. ഒന്നുകിൽ പെന്തക്കോസ് വിവാഹം അല്ലെങ്കിൽ ഒളിച്ചോടി വിവാഹം. തുറന്നു പറയും എന്താണ് സത്യം, എന്നാലും പുറത്തു വരും. ഓക്കെ, സംഭവം ഇങ്ങനെ അവരുടെ ഫ്രസ്ട്രേഷൻ, വിഷമം, ദേഷ്യം അതെല്ലാം തീർക്കുന്നു. അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഈ വീഡിയോ ഇട്ട വ്യക്തി സംസാരിച്ചേക്കുന്നത്. അതിന് ഒരു റെസ്പെക്റ്റ് ഞാനും കൊടുക്കുന്നു. പിന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് എന്നോട് യോജിക്കണമെന്ന് എങ്ങും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യോജിക്കാം, മാന്യമായിട്ടും വിമർശനാത്മകമായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അതല്ല, തെറി വിളിച്ച് നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളെങ്കിൽ അങ്ങനെയാവാം. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഇതിനെക്കാട്ടിലപ്പുറം കൂട്ടിക്കെട്ടിയ രീതിയിൽ ഇവിടെ പല കാര്യങ്ങളും പല ആൾക്കാരും കാണിക്കുന്നുണ്ട്. ഈ നളിനി ജമീല എന്ന് പറഞ്ഞ സ്ത്രീയുടെയൊക്കെ ജീവിതചരിത്രമോ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കൂടെയൊക്കെ ഒന്ന് വായിക്കാനൊക്കെ ശ്രമിച്ചാൽ രേണു സുധിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ പൂവിട്ട് പൂച്ചു പോകും. ആ സ്ത്രീയൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇന്നും സമൂഹത്തിൻ്റെ അകത്ത് നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങളോട് ചില പ്രത്യേക ഫ്രസ്ട്രേഷനാണ്. ആ ഫ്രസ്ട്രേഷൻ നമ്മൾ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ആൾക്കാരെ കണ്ടെത്തുന്നു. അത് ഇന്നൊരാളാണ് രേണു സുധി, നാളെ മറ്റൊരാളാവും. എന്നേ ഉള്ളൂ. അതാണ് ആ സമൂഹം. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.